നാട്ടിൽ പോകേണ്ടതല്ലേ? ഇന്ന് അവിടെ ആരും അറിയണ്ട, സർപ്രൈസ് ആയിട്ട് പോവാം. ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ, സർപ്രൈസ് ആവട്ടെ. കൊച്ചി എയർപോർട്ട് ഇൻ കേരള. ഹലോ, എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? പറഞ്ഞ പോലെ മനുചേട്ടൻ എപ്പോഴാ വന്നേ? എടി കൺമണി പെണ്ണേ, നിന്നെ എത്ര ദിവസമായി കണ്ടെത്തി? എടി പൊന്നേ. എടി മാളു, ദാ നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതായി മീന്. ഹായ് അച്ഛാ. ഞാൻ ഇവിടെ വരാണ്ടേ, ഇവിടെ വെച്ചോ. ഇവിടെ വെച്ചോ അച്ഛാ. ഇത് ശരിക്കിട്ട് മീനാണല്ലോ. മഞ്ഞുമോനെ, നീ എപ്പോഴാ വന്നേ? ഒന്ന് പറഞ്ഞിട്ട് വരാമായിരുന്നില്ലേ നിനക്ക്? എൻ്റെ അമ്മ, നിങ്ങൾക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് ഞാൻ വെച്ചു. ഞാൻ വളരെ ടയേർഡാ, ഒന്ന് കുളിച്ചിട്ടൊന്ന് കിടക്കട്ടെ. എന്നിട്ട് അമ്മ എനിക്ക് കുറച്ച് ആഹാരം ഉണ്ടാക്കിത്താ. മനുവേട്ടൻ ഭയങ്കര ഉറക്കത്തിലാ അമ്മേ. വിളിക്കണ്ട, നല്ല ഭക്ഷണം ഉണ്ടാക്കി വെക്കാം നമുക്ക് രണ്ടുപേർക്കും. എടി മാളുക്കുട്ടി, ദേ നല്ല രസമുള്ള മീനാട്ടോ ഇത്. തട്ടിച്ചടിക്കരുത് നീ, കണ്ട് ഭംഗി അറിഞ്ഞിട്ട്, കേട്ടല്ലോ? അമ്മയൊക്കെ കിച്ചണിലുണ്ടാവും. കുഞ്ഞാവ് എണീക്കുന്നത് നീ നോക്കണേ. അമ്മേ, ഞാൻ നോക്കിക്കോളാം. മാളൂട്ടി, നീ വെക്കുന്ന പോയൊന്ന് കുളിക്കാമോ മാളൂട്ടി? ഇല്ല അമ്മേ, ഞാൻ കുറച്ച് കൂടി ഒന്ന് കളിച്ചിട്ട് മീനിന്റെ കൂടെ. മാളൂക്കുട്ടി കുളിക്കില്ല അമ്മ മീനെ കൂടാതെ. മാളൂസേ, നിനക്കെന്നാ വെക്കുന്ന കിടന്നുറങ്ങാൻ കുഞ്ഞാവിടെ? എന്നാ ശരി, ഞാൻ കുളിക്കാം. നല്ല സുഖമുണ്ടല്ലോ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ. നല്ല സുഖമുണ്ടല്ലോ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ. വൺ ഡേ ഗോ. എല്ലാവരും നല്ല ഉറക്ക. ഞാൻ വെക്കുന്ന കുളിച്ചിട്ട് വരാൻ. ഫുഡ് ഓർഡർ ചെയ്യാൻ പറയാം. ചേട്ടാ എന്നാലും ഒന്ന് ഫുഡ് ഓർഡർ ചെയ്യും. നോക്കാം, വന്നതല്ലേ. ഇടി മോളെ ഗംഗേ, നീ കുളിച്ചോ? അതേ അമ്മേ, ഞാൻ കുളിച്ചു. നമുക്കിവിടെ ഇരിക്കാം. ചേട്ടൻ ഇന്ന് ഫുഡ് ഓർഡർ ചെയ്ത് തരാനല്ലേ ഇന്നലെ പറഞ്ഞത്? എന്നാൽ ഞാനും അങ്ങോട്ട് വരാം മോളെ. നമുക്ക് എന്നിട്ട് അവനോട് ഫുഡ് ഓർഡർ ചെയ്യാൻ പറയാം. രണ്ട് പിള്ളേരും നല്ല ഉറക്കത്തിലാണല്ലോ. അതേ അമ്മേ, അവരിന്നലെ കളിക്കുമായിരുന്നു കുറേ നേരം. കൊച്ചാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ 2 മണി 1 മണിയൊക്കെ ആയപ്പോഴാണ് കിടന്നത്. ആണോ? ഞാനൊന്നും അറിഞ്ഞില്ല. 10 മണിക്ക് കയറി കിടന്നതും ഞാനൊന്നും അറിഞ്ഞില്ല. ഉറക്കം വന്ന് ഞാനങ്ങ് കിടന്നുറങ്ങിപ്പോയി.